Today is Easter, the special day for all Christians. Candles are lit during Easter Day, Christ's resurrection and his victory over darkness and death. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാനൊരു ഈസ്റ്ററിൻ്റെ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നത് കേട്ടോ. അതും വിജയവാഡയിൽ എല്ലാ തെലുങ്കു പീപ്പിളുടെ കൂടെയും. ഇവിടെ ഇതാദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് കേട്ടോ. ഈ വലിയ ക്യാൻഡിലാണ് ആദ്യം കത്തിക്കുന്നത്. എല്ലാ ലൈറ്റും ഓഫാക്കും ഇവിടെ. എന്നിട്ട് ഈ വലിയ ക്യാൻഡിൽ കത്തിക്കും. ഈ ബ്ലെസ് ചെയ്ത ക്യാൻഡിൽ കത്തിച്ചതിന് ശേഷം ഈ അച്ഛന്മാർ ആ കാൻഡിൽ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് പോകും. ഇപ്പോൾ ഇത് ബാക്ക് സൈഡിലാണ്, നമ്മളെല്ലാവരും ഇരിക്കുന്നതിന് ബാക്ക് സൈഡിലാണ്. അവിടെ നിന്ന് അച്ഛന്മാർ ആ വലിയ തിരി കത്തിച്ച് മുമ്പിൽ പോകും. മുമ്പിൽ പോയിട്ട് എല്ലാവരും അവിടെ തിരി കൊണ്ടുവരണം ആക്ച്വലി. സോ ആ തിരിയിൽ നിന്ന് വെളിച്ചം ബാക്കി നമ്മളവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും അവർ കൊണ്ടുവന്ന തിരികളിൽ അത് കത്തിക്കും. അങ്ങനെയാണ് ഇവിടെ ഈസ്റ്ററിന് തുടക്കം കുറിക്കുന്നത്. It represents Christ as the light of the world and is the first candle lit from the new fire. ഇതെനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കത്തിക്കും, വീണ്ടും അത് കിടും, കത്തിക്കും, വീണ്ടും കിടും. ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്താണ് ഈ ഡേയിലാണ് എൻ്റെ തെലുങ്ക് ഫാമിലി ഫുള്ള് എല്ലാവരും ഞങ്ങളവിടെ ഗാദറായിരിക്കും. ഇതെല്ലാം എൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇപ്പോൾ കുർബാന തുടങ്ങി, തെലുങ്ക് കുർബാനയാണ്. ഇപ്പോൾ എനിക്ക് തെലുങ്ക് കുർബാന മനസ്സിലാവാൻ തുടങ്ങി. ഞാനും അതിൽ പങ്കെടുക്കും. പ്രാർത്ഥനയിലെല്ലാം ഞാനും പങ്കെടുക്കും. ദിസ് ഈസ് ബ്രിട്ടോ, എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ മകനാണ് കേട്ടോ. അതെൻ്റെ ഡാഡിയും. അവൻ എൻ്റെ തിരി ഊതി കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഉയർപ്പിൻ്റെ സമയമായി. എല്ലാ പ്രാവശ്യവും വെറൈറ്റി ആയിട്ടാണ് ഇവിടെ. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, ഒരു വെറൈറ്റി ആയി എല്ലാ ഇയറിലും നമ്മളൊരു വെറൈറ്റി കൊണ്ടുവരും. ഇവിടെ ഈ പ്രാവശ്യം വളരെ സിമ്പിളായിട്ടാണ് ആ ഉയർപ്പ് അവർ അറേഞ്ച് ചെയ്തത്. ഒരുപാട് ഫാദേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. തെലുങ്ക് കുർബാന ഭയങ്കര ഡിഫറെൻ്റാണ്. ഒരുപാട് പാട്ടുണ്ട് തെലുങ്ക് കുർബാനയിൽ. ഇപ്പം എല്ലാ ആ പാട്ട് മുഴുവൻ ഞാനും ബൈഹാർട്ട് അടിച്ചു. ഇതെല്ലാം ഇവിടുത്തെ തീർത്ഥാടകരാണ് കേട്ടോ. തീർത്ഥാടകർ ഈ സമയം വരും. എന്നിട്ട് നമ്മുടെ അവിടെ എൻട്രൻസിൽ നിന്ന് പള്ളിയിലേക്കുള്ള ഭാഗമാണിത്. ഇവിടെയാണ് ഇവർ കിടക്കുന്നത്. ആ ഒരു 3 ദിവസം ഗുഡ് ഫ്രൈഡേ തൊട്ട് ഈസ്റ്റർ വരെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ ഉണ്ടാവും.